നമസ്കാരം. പുതിയ ഒരു ഫോൺ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ പഴയ ഫോൺ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിൽ മിക്കവരും തന്നെ പഴയ ഫോൺ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഭേദപ്പെട്ട ഒരു തുകയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യാനാവും ശ്രമിക്കുന്നത്. പഴയ മൊബൈലുകൾ ഏറ്റവും നല്ല വിലയിൽ തന്നെ വിൽക്കുന്നതിനായി ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിൻ്റെ വിശദാംശങ്ങളും വിലകളുടെ താരതമ്യവും വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉദാഹരണ സഹിതം പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ ചെറിയ വീഡിയോയിലൂടെ ആ സ്റ്റോറിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ മൊബൈൽ ആമസോണിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. വർഷങ്ങളായി ആമസോൺ പ്രൈം മെമ്പറായ അവൻ ആമസോണിൽ ഓഫർ സീസൺ വന്നപ്പോൾ പുതിയൊരു മൊബൈൽ വാങ്ങാൻ തീരുമാനിച്ചു. നല്ലൊരു മൊബൈൽ ഓഫർ പ്രൈസിന് കണ്ട അവൻ അത് പഴയ മൊബൈലുമായി എക്സ്ചേഞ്ച് ചെയ്തു വാങ്ങാൻ ട്രൈ ചെയ്തു. പക്ഷേ പഴയ മൊബൈൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ IMEI കോഡ് മിസ്മാച്ച് എന്ന ടെക്നിക്കൽ എറർ വന്നു. അത് ശരിയായ IMEI നമ്പർ തന്നെയാണെന്ന് ഉറപ്പായിരുന്ന അവൻ കസ്റ്റമർ കെയറിൽ സഹായത്തിനായി വിളിച്ചു. അവർ അവനോട് 48 മണിക്കൂർ കൊണ്ട് അപ്ഡേറ്റ് ആകുമെന്നും 48 മണിക്കൂറിന് ശേഷം ട്രൈ ചെയ്യുവാനും പറഞ്ഞു. എന്നാൽ 48 മണിക്കൂറിന് ശേഷവും അവൻ ട്രൈ ചെയ്തപ്പോൾ ഇതേ പ്രശ്നം തന്നെ നിലവിൽ ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അവൻ്റെ ഓഫർ പ്രൈസ് നഷ്ടപ്പെടുകയും ആ മൊബൈലിൻ്റെ വില കൂടുകയും ചെയ്തു. മൊത്തം ഡെസ്പായ അവൻ കസ്റ്റമർ കെയറിൽ വീണ്ടും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. ഇത്തവണ സീനിയർ ടെക്നിക്കൽ ടീം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ച മൊബൈലിൽ തന്നെ പർച്ചേസ് നടത്താൻ നിർദ്ദേശിച്ചു. അവൻ ആ മൊബൈലിൽ ആമസോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സക്സസ്ഫുള്ളായി പർച്ചേസ് ആൻഡ് എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ആഡ് ചെയ്തു. പുതിയ മൊബൈൽ ഡെലിവറി വന്ന ദിവസം അവൻ പഴയ മൊബൈൽ എക്സ്ചേഞ്ച് ചെയ്തതിനായി ഡെലിവറി ബോയ്ക്ക് കൈമാറി. ഡെലിവറി ബോയ് അവനോട് റാബിറ്റ് എക്സ്ചേഞ്ച് എന്ന ആപ്പ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിലൊരു കോഡ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കോഡ് റിജക്റ്റ് ആയതുകൊണ്ട് എക്സ്ചേഞ്ച് നടക്കാതെ വരികയും അവൻ വീണ്ടും കസ്റ്റമർ കെയറിൽ സപ്പോർട്ടിനായി വിളിക്കുകയും ചെയ്തു. തൻ്റെ മൊബൈൽ നല്ല കണ്ടീഷനിലാണെന്ന് അവൻ പറയുകയും ഡെലിവറി ബോയ് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും കസ്റ്റമർ കെയർ സൊല്യൂഷനായി പറഞ്ഞത് ഓർഡർ ക്യാൻസൽ ചെയ്ത് റീട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയോ ചെയ്യാനാണ്. വീണ്ടും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഇല്ലാത്തതിനാൽ അവൻ ഫുൾ പേയ്മെൻറ്റ് തന്നെ കൊടുത്ത് ആ മൊബൈൽ പർച്ചേസ് ചെയ്തു. അതൊരു റെഡ്മി 9 ആക്റ്റീവ് മൊബൈൽ ആയിരുന്നു. അതിൻ്റെ ആമസോൺ പ്രൈസ് കാണിച്ചത് 2900 രൂപയായിരുന്നു. പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് അവൻ മൊബൈൽ ഓൺലൈനായി വിൽക്കാനുള്ള ഓപ്ഷൻസ് നോക്കിയപ്പോൾ ക്യാഷിഫൈ എന്ന വെബ്സൈറ്റ് കണ്ടു. ആമസോൺ 2900 രൂപ പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ആ മൊബൈൽ ക്യാഷിഫൈയിൽ കാണിച്ച പ്രൈസ് 4100 രൂപയായിരുന്നു. അവൻ ക്യാഷിഫൈയുടെ വെബ്സൈറ്റിൽ മൊബൈൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഡീൽ സെറ്റ് ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ പിക്കപ്പ് ബോയ് മൊബൈൽ എടുക്കാനായി എത്തുകയും ചെയ്തു. ചെറിയ സ്ക്രാച്ചുകൾ ഉള്ളതിനാൽ വില 3700 ഫിക്സ് ചെയ്തതിന് ശേഷം ഓൺ ദി സ്പോട്ട് UPI ആപ്പ് വഴി പേയ്മെൻറ്റ് നടത്തി മൊബൈൽ പിക്കപ്പ് ചെയ്തു. ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷിഫൈ ആപ്പും ആമസോണും തമ്മിൽ വിലയിലും കസ്റ്റമർ കെയറിനുമുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ക്യാഷിഫൈയിൽ മൊബൈൽ വിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം.
നിങ്ങൾക്ക് ശരിയായ വില ലഭിക്കുന്നതിനായി ഏറ്റവും സത്യസന്ധമായി തന്നെ നിങ്ങൾ മൊബൈലിൻ്റെ കണ്ടീഷൻ ആ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. സ്പോട്ട് പേയ്മെൻറ്റിനായി ക്യാഷിഫൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ UPI ID എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID കാർഡ് അതിൻ്റെ ഫോട്ടോ കാണിക്കുക. ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസും ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുമല്ലോ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.